എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ദിന ആശംസകൾ. ഒരാൾ പെട്ടെന്ന് കോളിഫ്ലവർ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം അമൃത എന്താണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ദിന ആശംസകൾ. അപ്പോൾ രാവിലെ ഒന്ന് വീട്ടിൽ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ നല്ല കോളിഫ്ലവർ ഇരിക്കുന്നുണ്ട്. എന്നാൽ ശരി, കോളിഫ്ലവർ കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. ഗ്യാസൊക്കെ കത്തിച്ച് നല്ലൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കണം. അതിലുള്ള വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കോളിഫ്ലവർ കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം കുറേ തവണ വെള്ളത്തിൽ കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏകദേശം നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു തക്കാളി അല്ലെങ്കിൽ മാക്സിമം 2 തക്കാളി, പിന്നെ ഒരു വലിയ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞത്. ചീഞ്ചട്ടി ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാടിയ ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളി നന്നായിട്ട് നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം. ഗ്യാസ് നമുക്ക് കുറച്ച് വെക്കാം. കാരണം ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. ഇനി പതുക്കെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ആഡ് ചെയ്യണ്ട, അപ്പോൾ അടി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് അടി പിടിക്കാതിരിക്കുക, ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, കാരണം ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള സംഭവത്തേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കുക, അടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കുക. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടില്ല. പലർക്കും ഈ അബദ്ധം പറ്റും. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി എടുത്ത ശേഷം നന്നായിട്ട് അതിലേക്ക് യോജിച്ച് കൊടുക്കുക. ഇനി ഇതിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ചിക്കൻ മസാലയുടെ പൊടിയാണ്. അപ്പോൾ ചിക്കൻ മസാല അല്ലെങ്കിൽ മട്ടൻ മസാല നമ്മുടെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1-1.5 സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ചിക്കൻ മസാലയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഈ സംഭവമില്ലേ, ഇതൊക്കെ ചെയ്തത് വേസ്റ്റായി പോകും. അപ്പോൾ ഇതിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കണം. അപ്പോൾ നമ്മൾ സ്റ്റവ് ഒന്ന് കുറച്ച് താഴ്ത്തി വെച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കൊരു 1-1.5 ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം നമ്മൾ കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മളിതിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1-1.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അത് തിളച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ, നല്ല കഴുകി നമ്മൾ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാവിടേക്കും പിടിക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഓരോ സൈഡ് ഓരോ ടേസ്റ്റ് ആവും. ചിലവിടെ ഉപ്പുണ്ടാവില്ല, ചിലവിടെ മുളകുണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റോളം മതി നമുക്ക് കോളിഫ്ലവർ ആയതുകൊണ്ട് തിളയ്ക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഒരു 7 മിനിറ്റിലാവും. അതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊരു 10 മിനിറ്റ് നമ്മൾ വെക്കുക. അപ്പോഴാണ് നല്ല അടിപൊളി കിടക്കാച്ചി ഐറ്റം കിട്ടുക. ഇനി നമുക്കിത് എല്ലാവർക്കും കൊടുത്ത് നോക്കാം. ഇതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞങ്ങളിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കണം. എന്തായാലും അമ്മയ്ക്കൊന്ന് കൊടുത്ത് ടേസ്റ്റ് നോക്കി നോക്കാം. ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്നു നീയേ? എന്നാ ഞങ്ങൾക്കൊരു വിശ്വാസമല്ലേ, അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വേണ്ട
നന്നായിട്ടുണ്ട്. കയ്യൊന്ന് കാണിക്കോ? കഴിച്ചോക്കൂ. എന്ത് തോന്നുന്നു? ഓഹോ, എന്താ ഒരു വിഷമം? കടിക്കാൻ നോക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബായ്.